സർക്കാരിന്റെ ഗതികേടൊന്ന് നോക്കണേ. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഓരോരുത്തരായി പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ അകത്തുള്ളവരുടെ ജാമ്യ ഹർജികൾ തള്ളിക്കൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെ. ഇപ്പോഴിതാ സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ റിമാൻഡിലായിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് ശ്രീകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ദ്വാരപാലക ശില്പ കേസിലാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക പാളികൾ കൈമാറുമ്പോൾ സാക്ഷിയായി ഒപ്പിട്ടത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ ആണെന്ന് SIT കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി എസ് ശ്രീകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരായി അകത്താകും തോറും സർക്കാരിന്റെ നെഞ്ചിലാണ് തീ കത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റും സർക്കാരിന്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഭയം തട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ എന്തൊക്കെ ഭയമുണ്ടെന്ന് പറഞ്ഞാലും കോൺഗ്രസിനിട്ട് പണിയാനുള്ള ഒരവസരവും ഇവർ പാഴാക്കാറില്ല. വേണമെങ്കിൽ ഇല്ലാത്ത കേസ് വരെ ഉണ്ടാക്കാനും സർക്കാർ മടിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിനെയും ഈ വിഷയത്തിലേക്ക് വലിച്ചിടാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതുപോലെ ഒന്നാണ് ഇപ്പോൾ CPM കോൺഗ്രസിനെതിരെ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശ്രീകുമാർ കോൺഗ്രസ് നേതാവ് VS ശിവകുമാറിന്റെ അനുജനാണെന്നുള്ള വ്യാജ വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്നും നൈസായിട്ട് ഊരിപ്പോരാനും ഒടുക്കം അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവയ്ക്കാനുമാണ് CPM ശ്രമിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ആരെയൊക്കെ കൊടുക്കാൻ നോക്കിയാലും ഈ വിഷയത്തിൽ സർക്കാരിന്റെ പങ്ക് പുറത്തു വരിക തന്നെ ചെയ്യും. അതും വ്യക്തമായ തെളിവുകളോട് തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാക്കളും അവരുമായി ബന്ധമുള്ളവരും ഒന്നിനു പുറകെ ഒന്നൊന്നായി ജയിലിലേക്ക് മാർച്ച് ചെയ്യുന്നതിന് നാണക്കേട് മറയ്ക്കാൻ അറസ്റ്റിലാകുന്ന ഓരോരുത്തരെയും തന്റെ സഹോദരനാക്കി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് CPMന്റെ നെറികെട്ട പരിപാടിയാണെന്ന് VS ശിവകുമാർ പറഞ്ഞു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ശിവകുമാർ. കൂടാതെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് അയ്യപ്പനെ സ്വർണം മോഷ്ടിച്ചതിന്റെ പാപക്കറ മായ്ക്കാനാവില്ലെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ CPM നേതാക്കൾക്കും മറ്റുള്ളവർക്കുമെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊക്കെ പുറമെ ഈ വിഷയത്തിൽ പരാമർശിച്ചിരുന്ന പ്രവാസി വ്യവസായിയുടെ മൊഴി SIT സംഘം രേഖപ്പെടുത്തി. പന്തളം സ്വദേശിയായ പ്രവാസി വ്യവസായിയിൽ നിന്നാണ് SIT വിശദമായ മൊഴിയെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘമുണ്ടെന്ന് തനിക്ക് വിവരം ലഭിച്ചെന്ന രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് പ്രവാസിയിൽ നിന്നും SIT സംഘം മൊഴിയെടുത്തത്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ അടുത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സർക്കാർ. ശബരിമല വിഷയത്തിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. വളരെ ഗുരുതരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലാണ് ഹർജി എത്തിയത്. പത്മകുമാറിനെതിരെ 2 കേസാണ് നിലവിലുള്ളത്. അതിൽ ഒരെണ്ണത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. സത്യം പറഞ്ഞാൽ സർക്കാരിനിത് കൂനിന്മേൽ കുരുവെന്ന് പറയുന്ന അവസ്ഥയാണ്. എല്ലാം വളരെ പ്രതികൂലമായി തന്നെയാണ് സർക്കാരിനെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നത്.